ആയി വേണമെങ്കിൽ ഇറ്റാലൊന്ന് മേടിച്ചാൽ മതി. 1000-1100 എപ്പോഴും റേറ്റ് ചെയ്യും. 1200 അങ്ങനെ ആമസോണിൽ കിട്ടും സാധനം. ഇത് സ്റ്റെതസ്കോപ്പ് അടക്കാൻ വരുന്നത്. നിങ്ങൾ ക്ലിനിക്കിൽ വെക്കാനാണ് ഞാൻ പറയുന്നത്. സ്റ്റെതസ്കോപ്പ് അടക്കം അങ്ങനെ അതിന് ലിങ്ക് ചെയ്യാൻ പറ്റാറ്. അപ്പോൾ നല്ല സാധനമാണ്. കുഴപ്പമില്ല. പിന്നെ മെർക്കുറി ചെന്തു എന്നുള്ള പേടി മേടിക്കേണ്ടില്ല. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വേറെ ഒന്നുണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി. ഇതിന് പ്രത്യേക യൂരിയോസ്കൂടെ ചില ചികിത്സ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു. പിന്നെ എന്താണ് ഫൈബ്രോയിഡിൻ്റെ പ്രോട്ടോക്കോള്, ഫൈബ്രോയിഡ് PCOD പ്രോട്ടോക്കോള്, അതേപോലെ തന്നെ വെയിറ്റ് റിഡക്ഷൻ, വെയിറ്റ് ഗെയിൻ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞ് ഡയബറ്റിക്കിൻ്റെ നമുക്കറിയാം SP3, SP25. കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ GB43 നമ്മൾ കൊടുക്കുക. കൊളസ്ട്രോൾ മാത്രമാണെങ്കിൽ അത് മാത്രം മതി. ട്രൈഗ്ലിസറൈഡ് ഉണ്ടെങ്കിൽ CV12 കൂടെ നമ്മൾ കൊടുക്കണം. CV12 കൂടെ കൊടുക്കണം. പിന്നെ കുറ്റിയാടിയിൽ ആ ചെക്കൻ്റെ കേസ് ഞാൻ പറഞ്ഞു, അതേപോലെ ചെയ്താൽ മതി. പിന്നെ ആസ്മ, അലർജി, ഭക്ഷണക്രമമുണ്ട്, അതാണ് ഇപ്പോൾ എടുക്കാൻ കുറച്ചുകൂടി കിട്ടുന്നത്. ആസ്മ അലർജിൻ്റെ ഭക്ഷണക്രമം എന്ന് പറഞ്ഞാൽ 12:30 കൂടിയിട്ട് ഭക്ഷണം കഴിഞ്ഞു. 12:30 കൂടിയിട്ട് ഭക്ഷണം കഴിഞ്ഞോണം. പിന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കണ്ടെയ്നിങ് ഫുഡ് കഴിക്കാനേ പാടില്ല. ഇങ്ങനെ ഉണ്ടെങ്കിൽ അലർജിയിൽ കേരളത്തിൽ അത് പിടിച്ചിട്ട് കഴിയും. നിങ്ങൾ തമിഴ്നാട് പോയിക്കോ, ബാംഗ്ലൂരിൽ പോയിക്കോ, അവിടെ ഉച്ചയ്ക്ക് ശേഷങ്ങൾ പഴം തിന്നോ എന്ത് തിന്നോ ഒരു പ്രശ്നമില്ല. പക്ഷെ കേരളത്തിൽ നമുക്ക് ഹൈ ഹ്യൂമിഡിറ്റി, 6 മാസം ചൂടോടുള്ള ഹ്യൂമിഡിറ്റിയും ഹൈ ഹ്യൂമിഡിറ്റി തണുപ്പോടുള്ള ഹ്യൂമിഡിറ്റിയും, രണ്ടും ഹ്യൂമിഡിറ്റിയാണ്. അപ്പോൾ അത് വാതിൽ ചേർക്കണ പോലെ തന്നെ ലങ്സ് ചേർത്തിട്ടാണ് നമ്മളെ അലർജി മാറാത്തത്. അപ്പോൾ ആ അലർജി മാറാൻ നമ്മൾ പേഷ്യൻസിനെ പറഞ്ഞിട്ടുണ്ടോ 12:30 കൂടി ഫുഡ് കഴിക്കാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് മില്ലറ്റ്സുകൾ, ലോ കാർബോഹൈഡ്രേറ്റ് കണ്ടെയ്നും ഫുഡായിട്ടുള്ള മില്ലറ്റ്സുകളില്ലേ, ഫോക്സ്റ്റൈൽ മില്ലറ്റോ ഏതെങ്കിലും ഒന്ന് കഴിക്കാനായിട്ട് അതും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കാം ഉച്ചയ്ക്ക് ശേഷം. ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, അവർക്ക് നല്ല ദഹനം നടന്നിട്ട് പിന്നെ ഈ ഒരു ആസ്മൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതോടൊപ്പം നമുക്കറിയാലോ, നമ്മൾ പൊതുവേ നമ്മൾ കൊടുക്കുന്നത് LU9 SP5 ആണ് കൊടുക്കാറ്. തുമ്മലൊക്കെ പറയുന്നത് എക്സ്ട്രാ ആണ് ഈ ഏരിയയിലുള്ള പോയിന്റായിട്ട് നമ്മൾ കൊടുക്കാറ്. പക്ഷേ ചില കേസിൽ നമുക്ക് മാറ്റി കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ഈ രൂപത്തിൽ നമുക്ക് കൊടുത്തേച്ചാൽ മതി, അങ്ങനെ റിസൾട്ട് ആയിക്കോളും. പിന്നെ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബലൂണിൽ നമ്മൾ കിടത്തിയിടണം, എക്സ്പാൻഷന് വേണ്ടിയിട്ട് ബലൂണിൽ കിടത്തിയിടണം. അപ്പോൾ അതോടുകൂടി തന്നെ എന്താകും, ചെസ്റ്റ് എക്സ്പാൻഷനും വരും. ഭക്ഷണക്രമം കൂടി ആകുമ്പോൾ നല്ലൊരു റിസൾട്ടിലേക്ക് അവരെ കൊണ്ടുപോകണം. എന്നാലും പ്രായത്തിലുള്ള ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തപ്പോൾ എത്ര ആണ്, 82 കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ആ ചിരിക്കുന്ന ആള് എന്താണ് കോടമ്പെന്ന് വരുന്നത് BP പോയിന്റ് പറഞ്ഞ്. പിന്നെ ഇതിലൊരു വേറെ സമയം ദുർമുർ ബ്രീത്തിങ് വരാൻ നാളെ എടുക്കാം, ഇനിയിപ്പോൾ സമയം ഉണ്ടാവില്ല. വളവിന് നമ്മൾ കൊടുക്കണ അറിയാലോ, K2 കൊടുക്കുക. ബലൂണിൽ കിടക്കണത് പറഞ്ഞ് സമാധാനം കിട്ടാനുള്ള ട്രിക്കോണിയസ് ഏരിയയിലുള്ള സംഗതി നമ്മൾ പറഞ്ഞു. മൂലക്കുരുവിൻ്റെ പോയിന്റ് നമ്മൾ പറഞ്ഞു, ആൻസ്വിഞ്ചറിൻ്റെ LI3 എന്താണ് UB 65 അല്ലേ, ആ പോയിന്റ് പറഞ്ഞു. ഗോൾ ബ്ലാഡർ സ്റ്റോണിൽ വരുന്നത് ഗോൾ ബ്ലാഡറിൻ്റെ വാട്ടർ പോയിന്റാണ്. ഗോൾ ബ്ലാഡറിൻ്റെ വാട്ടർ പോയിന്റിൽ തന്നെ റിസൾട്ട് കിട്ടും, ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. കുഴപ്പമില്ല, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വന്നിട്ട് ഗോൾ ബ്ലാഡർ ഹിപ്പ് പെയിനിൽ. അതേപോലെ തന്നെ ഇൻസോംനിയക്ക്, ഉറക്ക് കിട്ടാത്തതിന് K2 എന്ന് പറയുന്ന സംഗതി നമ്മൾ പറഞ്ഞു. പാർക്കിൻസൺ ആൻഡ് ട്രമർ, സ്പൈനൽ ഡിസീസസ്, സ്പൈനൽ ഏരിയയിലുള്ള പോയിന്റ് പറഞ്ഞില്ല, സ്പൈനൽ പോയിന്റ് പൊട്ടസ്റ്റാറ്റും തന്ന്. ടാപ്പിംഗ് മെത്തേഡ്, ഡീടോക്സ്, LU1, LU5, UB40. അതേപോലെ തന്നെ ഇൻക്വൈനൽ ഏരിയയിൽ തട്ടുന്ന രീതി, മൈഗ്രെയിൻ ആൻഡ് സൈനസൈറ്റിസ്. പിന്നെ നെഗറ്റീവ് ഹോർമോൺസ്, കോർട്ടിസോൾ, പോസിറ്റീവ് ഹോർമോൺസ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഓക്കെയാണ്.